ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ, 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക്, GVK EMRI എന്ന് പറഞ്ഞ കമ്പനി. ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡറായിരുന്നു, 517 കോടി രൂപ. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. അപ്പോൾ കോമ്പറ്റേറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ വന്നപ്പോൾ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയായിട്ട് താന്നു. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായുള്ളൂ, ഇപ്പം 335 ആംബുലൻസായി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പം 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി രൂപയ്ക്ക് ആംബുലൻസിന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കുറവ് എത്രയാ? 224 കോടി രൂപ കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോൾ. അപ്പോൾ മനസ്സിലായല്ലോ, അന്ന് ഇതിൻ്റെ പകുതി പൈസ മതി അന്ന് നടത്താൻ, ചിലവ് കുറവാണ്, ഇതിനേക്കാൾ കുറവ് ആംബുലൻസാണ്. അപ്പോൾ ആ പണം എവിടെ പോയി? ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ട് ടെൻഡറിൻ്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണം, മറുപടി പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമായെന്നാണ്. ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിലെ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്താ അതിന് കണ്ടീഷൻ? 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഉള്ളതിന് ഫീസ് ഈടാക്കും. എന്തിനാ ഫീസ് ഈടാക്കണ? നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ ഇട്ട ആളുകളാ പൈസ അടച്ച്, അവരെ ഇന്ന് വീണ്ടും പൈസ ഈടാക്കും. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയില്ല. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെൻറ് ഒന്നുകൂടി സങ്കീർണമാക്കി, വീണ്ടും അനിശ്ചിതത്വമാണ്, വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലും എൻ്റെ ഭക്തി കൂടി. ശബരിമലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയണില്ല, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു, ഇല്ലേ? വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നൊരു കൃത്യമായിട്ടുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പം ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. പാർലമെൻറ്റ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളായി ഇപ്പം ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വെച്ചേക്കുന്ന ആളാണ്, പറയാണ് സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും, പ്രത്യേക പരവതാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്, സംഘപരിവാറിന്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ ഇപ്പോൾ ഏർപ്പാട്. അപ്പോൾ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണിത്. പിന്നൊരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പോൾ ഞാനും അതിൻ്റെ ഉപരക്ഷാധികാരിയാണെന്ന് പറഞ്ഞ് കണ്ട് ലിസ്റ്റ്. എൻ്റെ അനുവാദം ഇല്ല, ഞാനില്ല, അതിന് ഞങ്ങളില്ല അതിൻ്റെ അകത്ത്. ഈ തട്ടിപ്പ് ഇവർ നടത്തുമ്പോൾ, ഈ വിശ്വാസവഞ്ചന ഇവർ കാണിക്കുമ്പോൾ, അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുമെന്ന്. മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല, തോന്നിയതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
സർക്കാർ പ്രതിക്കൂട്ടില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ഞാൻ ഈ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. കോൺഗ്രസ് ചെയ്തത് എന്താണ്, എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറയാമായിരുന്നു, എന്തെല്ലാം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും CPM ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിച്ചോ നടപടിയെടുത്തു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാർട്ടിയിൽ നിന്ന് 10-15 വർഷം പുറത്തു നിൽക്കേണ്ടി വന്നു. PKശശിക്കാണെങ്കിൽ പിന്നീട് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നടപടിയാണോ രാഹുലിനെതിരെ വന്നിരിക്കുന്നത്? അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം ഉന്നയിച്ച ആളാണ്. പുറത്തുപോയത് സൈഡ് ലൈനായി പോയത് ആരോപണം ഉന്നയിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു ആരോപണം വന്നയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അത് മനസ്സിലായിക്കോ.